ഞാൻ നടന്നു പോകുന്ന വഴിക്ക് അപ്പുറത്തേലായാലും സീർട്ട് വലിച്ചൊരു പുകവിട്ട് കഴിഞ്ഞ് അതിന്റെ ഒരു ഫോട്ടോ എടുത്താൽ മാധവ് സുരേഷ് കഞ്ചാവ് വലിച്ചും കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നു എന്ന് പറയും. വന്നിട്ടുള്ളതാണ്. സോ ഐ കൻ സേ ദാറ്റ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് പത്തറ്റിക് ഇഫ് എനിത്തിങ്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ കൂടുതലാണല്ലോ. നമുക്കിപ്പോ ഒരു ഫേസ്, ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു സിനിമ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർസ് ആണ്. അപ്പൊ എന്തും ആളുകൾ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ ഫോണിലെടുത്ത് ഒരു മീഡിയ ആയല്ലോ, എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻസ് ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ? അതായത് സോഷ്യൽ മീഡിയ ചിലപ്പോ ബോധറായി പോവാറുണ്ട്. ബട്ട് വി ലെറ്റ് ഇറ്റ് ഗോ ബിക്കോസ് there are bigger things in our life. എങ്ങനെയാ പറയാ, അതായത് സോഷ്യൽ മീഡിയ എന്ന് തന്നെ ഒരുപാട് പേർക്ക് ഒരു വോയിസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അത് യൂസ് ചെയ്യപ്പെടുന്ന അങ്ങനെയല്ല. ആൾക്കാരെ ആക്ഷേപിക്കാനും അടിച്ചമർത്താനും മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതേപോലെ ഒരു സെലിബ്രിറ്റിയെ കണ്ടു കഴിഞ്ഞാൽ the first issue that I can bring up, ഇത് കുറച്ചാലും മുന്നേ നടന്ന the Hema committee issue. It was an issue that's been happening for a very long while in every single workspace. I'm not justifying what happened. അത് ഞാൻ നടക്കുന്നത് ശരിയാണെന്നല്ല പറയുന്നത്. ഇത് പറഞ്ഞില്ലെങ്കിൽ വിചാരിക്കും അത് ഞാൻ ജസ്റ്റിഫൈ ചെയ്യണം, എന്തുകൊണ്ട് സിനിമയിലും അപ്പം നടന്നോട്ടെ എന്ന് പറയുന്നത് വരെ പറയാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ബട്ട് ഇറ്റ്സ് ബിൻ ഹാപ്പനിങ് എവറിവെയർ ഫോർ എ വൈൽ. Why are cinema people, not just actors, why is the cinema industry the only industry being brought to scrutiny? കൂടുതൽ പബ്ലിക് ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരും മനുഷ്യർ തന്നെ. The punishment or justice deserved is equal to any other working industry. എന്തുകൊണ്ട് മറ്റേ ഇൻഡസ്ട്രി ഇതുപോലെ അന്വേഷണങ്ങൾ നടക്കുന്നില്ല? മറ്റേ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഫിലിം ഇൻഡസ്ട്രി അല്ല, ഓഫീസ് വർക്കിംഗ് എൻവയറമെന്റ്, ഒരു ഓൺടർപ്രണോറിയൽ വെഞ്ചറിന്റെ ഒരു ഓഫീസിൽ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിനകത്ത് തന്നെ ഇത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ ഇവർക്കൊക്കെ പീപ്പിൾ നോ ഹു വർക്ക് ദാറ്റ്. വിക്ടിംസിനെ എനിക്കറിയാം പേഴ്സണലി. വൈ ഇസ് ദാറ്റ് നോട്ട് കമ്മിങ് ടു ലൈറ്റ്? എന്തുകൊണ്ട് എപ്പോഴും സിനിമ? മേ ബി കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഇവനെ പറ്റി ഇങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞു നടക്കാൻ ഒരു സുഖം കിട്ടുമായിരിക്കും. ബട്ട് യു റിയലി നോട്ട് ഗെറ്റിംഗ് ടുവേർഡ്സ് എനി ഫോം ഓഫ് ജസ്റ്റിസ് ഓർ എനി ഫോം ഓഫ് റൈച്ചിയസ്നെസ്. എങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രി നന്നായ മറ്റുള്ളവർ നന്നാവണമെന്നുണ്ടോ? ഇല്ല. Or are they just trying to make an example out of us? Not us, the industry. ചോദിച്ച ചോദ്യം ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുടെ പേടിച്ചാണോ നമ്മൾ നടക്കുന്നത്? ഒരു പരിധി വരെ അങ്ങനെ നടക്കേണ്ടി വരും. ബിക്കോസ് എന്ത് പറഞ്ഞാലും ഒരു നെഗറ്റീവ് ഫ്രെയിമിൽ വരുന്ന ഒരു ആർട്ടിക്കിളിനോ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിനോ കിട്ടുന്ന പോലത്തെ പബ്ലിസിറ്റി ഒരു പോസിറ്റീവ് ഫ്രെയിമിൽ വരുന്നതിന് കിട്ടത്തില്ല. എല്ലാവർക്കും മറ്റൊരാളെ കുറ്റം പറഞ്ഞു നടക്കാൻ ഭയങ്കര സുഖം. കേസ് നമ്പർ 1 മൈ ഫാദർ. എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആളുടെ ലൈഫ് ഹിസ്റ്ററി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാം. പക്ഷെ BJP എന്നൊരു ടാഗ് വന്നപ്പോഴത്തേക്ക് ആ മനുഷ്യൻ ആരാന്ന് മറന്നുപോയ നാട്ടുകാരാണത്. സോ ഐ ഹാവ് quite frankly a little less respect for people who just use their access. ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും സംസാരിക്കുന്നതിലാണെങ്കിലും ഒരു നിയന്ത്രണം ഇല്ലാതെ ആൾക്കാരെ പറ്റി ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് you lose respect for them after a while.